ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ രാത്രിയാണ് ഇന്ന്. ഈ രാത്രിയിൽ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിലെ നല്ലൊരു ശതമാനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളും അടുപ്പം കൊണ്ട് അർജൻറ്റീനയോടും, എന്നാൽ തങ്ങളുടെ ഫാൻ ടീമുകൾ തോറ്റുപോയതുകൊണ്ട് മാത്രം സ്പെയിനിനോടും ഇഷ്ടമുള്ളവരായിരിക്കും. ഇതിനിടയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായും വായിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഈ ഫുട്ബോളുകൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാക്കി മത്സരിച്ച് ബോർഡുകൾ വെക്കാം, പണിക്ക് പോകാതിരിക്കാം, അതിൻ്റെ പേരിൽ വാശി കാണിക്കാം, ഒരുപാട് കാശ് ചിലവാക്കാം, പിന്നെ കൂടാതെ പന്തയം വെക്കാം, ഉറക്കമൊഴിഞ്ഞ് കളി കാണാം, ഇതുപോലെ അവധി വാങ്ങിച്ചെടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ ഇല്ലാത്തതുകൊണ്ട് വേറെ ആളുകളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം വരില്ല. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഫലസ്തീൻ കുത്തിക്കയറ്റി എന്തെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടാക്കാൻ കുറേ പേർ ശ്രമിക്കുന്നുണ്ട്. ഇറാനോടും ഫലസ്തീനോടുമൊക്കെ കളിക്കളത്തിലെ വികാരത്തിനപ്പുറത്ത് ചില വികാരങ്ങളുടെ സൂക്കേട് ചിലർക്ക്, മറ്റു ചിലർക്ക് അർജൻറ്റീനയോടും അവരോടും മറ്റു ചില സൂക്കേട്. ഇതൊക്കെ കാര്യമായി നടക്കുകയുള്ളൂ. അൾജീരിയക്കാരിയായ ഒരു സഹോദരി പറഞ്ഞത്, തങ്ങളുടെ ടീം ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുന്നെങ്കിലും അൾജീരിയയിൽ പോലും അൾജീരിയൻ ടീമിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഒന്നുമില്ലാത്ത കേരളത്തിൽ കാണുന്നത് പോലെ ബ്രസീലും അർജൻറ്റീനയും അതുപോലെയുള്ള രാജ്യങ്ങളുടെ ഒന്നും ബോർഡുകൾ ആ രാജ്യത്തില്ല, അൾജീരിയയെ അഭിനന്ദിച്ചുകൊണ്ട് പോലും. അതാണ് സ്ഥിതിവിശേഷം. എന്നാൽ അതിനിടയിൽ അഭിനന്ദിക്കേണ്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത് ബജാജ് എന്ന് പറയുന്ന ഒരു കോച്ച്, മിനർവ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്, ആ മിനർവ ക്ലബ്ബിലെ ആ കോച്ച് കുറച്ച് മിടുക്കരായ കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് പരിശീലനം നൽകി അവരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാനായി സർക്കാരിനെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിച്ചു, അതിനുവേണ്ടി സമീപിച്ചു. ഒന്നും കൊടുത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ സ്പോർട്സ് കൗൺസിലുകളുണ്ട്, അക്കാഡമികളുണ്ട്, മറ്റു പലതുമുണ്ട്. അവരെല്ലാം വകുപ്പ് മന്ത്രിയെക്കാളും സംസ്ഥാന സർക്കാരിനേക്കാളും മുകളിലാണ്. അതിലെയൊക്കെ വരുമാനവും കണക്കുമൊക്കെ കേട്ടാൽ നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ടാണ് പല ക്രിക്കറ്റ് ബോർഡിലും ഫുട്ബോൾ ബോർഡിലും അതുപോലെയുള്ള സ്ഥലത്തുമൊക്കെ തങ്ങളുടെ മക്കളെയും അതുപോലുള്ളവരെയും ഒക്കെ രാഷ്ട്രീയക്കാർ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മിനർവ ക്ലബ്ബുമായി രഞ്ജിത്ത് ബജാജ് നടന്നിട്ട് ഒരു രക്ഷയും കിട്ടിയില്ല. ഒടുവിൽ അയാൾ തൻ്റെ വീട് പണയപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുഴുക്കാതെ ഭാര്യയുടെ സ്വർണവും വിറ്റു 56 ലക്ഷം രൂപ മുടക്കി ഈ കുട്ടികളെയും കൊണ്ട് നേരെ യൂറോപ്പിൽ പോയി. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്ത, ആ കൊണ്ടുപോയ കുട്ടികൾ അവിടെ പരിശീലനം കിട്ടി അവർ അവിടുത്തെ പ്രാദേശിക ക്ലബ്ബുകളിലെ ഫുട്ബോൾ മത്സരങ്ങളിൽ വിജയികളായി മാറി. ഗോത്തിയ കപ്പ്, ഡാന കപ്പ്, നോർവേ കപ്പ് എന്നീ കപ്പുകളാണ് ഈ മിനർവ അക്കാഡമി സ്വന്തമാക്കിയത്. എന്ന് മാത്രമല്ല, ഈ മിനർവ അക്കാഡമി മത്സരത്തിൽ അവർ അവസാനം തോൽപ്പിച്ചത് ബ്രസീലിനെയാണ്. ഇന്ത്യ ഡിഫീറ്റഡ് ബ്രസീൽ ഇൻ ഫുട്ബോൾ എന്ന് കണ്ട് എൻ്റെ ശ്വാസം കുറച്ചു നേരം നിലച്ചു. കാരണം ഇവിടുത്തെ ആകെ നമ്മൾ കണ്ടത് നമ്മുടെ IM വിജയൻ അർജൻറ്റീന ജയിച്ചപ്പോൾ ഷാഡറ തുള്ളട എന്ന് പറഞ്ഞ് തുള്ളിക്കളിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ വേറെ എങ്ങാണ്ടൊക്കെ വന്നു, ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതായാലും ഇന്ത്യയുടെയാണ് മിനർവ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ക്ലബ്ബ് ബ്രസീലിയൻ ടീമിനെ 2026 ഈ ഫൈനൽ മത്സരത്തിൽ തോൽപ്പിച്ച് വിജയിയായി മാറി. ഇതൊരു കോച്ചിൻ്റെ അധ്വാനമാണ്. ഒരു കോച്ച് 56 ലക്ഷം രൂപ മുടക്കിയപ്പോഴാണ് ഈ കുട്ടികൾ പോയി യൂറോപ്യൻ ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായ ബ്രസീലിനെ തോൽപ്പിച്ചത്. അപ്പോൾ ഒരു രാജ്യത്തിനോ ഒരു വകുപ്പിനോ വിചാരിച്ചാൽ എന്തെല്ലാം സാധ്യമാണ്. ഇവിടെ വളരെ ഫ്രഷായിട്ട് അവൈലബിൾ ഉള്ളത് മനുഷ്യരാണ്. മനുഷ്യരുടെ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ഇവിടെ ഹില്ലി റീജിയൻസ് ഒരുപാടുണ്ട്. അവിടെ താമസിക്കുന്ന മനുഷ്യർക്കൊക്കെ നമ്മളിപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ കാണുന്ന കളിക്കാരെക്കാൾ ഇൻബോൺ സ്റ്റാമിന ഒരു 10 ഇരട്ടി ഉണ്ടാവും. പിന്നെ കുറേ പേർ തീരപ്രദേശത്തുണ്ട്, നമ്മുടെ തീരപ്രദേശങ്ങൾ. അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക്, ആ പൂഴിമണ്ണിൽ നടക്കുന്നവർ, ഓടുന്നവർ, അവിടെ കളിച്ചു വളരുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ നല്ല പവറും നല്ല പിന്നെന്താ പറയുന്നത് കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് വെച്ച് നമ്മൾ തണുത്ത രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ ഇവിടുത്തേതിനേക്കാൾ പറന്ന് കളിക്കും. ഇവിടെ ആകെ ഇച്ഛാശക്തി ഇല്ലാത്തത് ആർക്കാണ്? സർക്കാരുകൾക്കാണ് താല്പര്യമില്ലാത്തത്, യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്തത്. ഒരു സർക്കാർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് കഴിഞ്ഞ 12 വർഷം കൊണ്ടൊരു കേന്ദ്ര സർക്കാർ കാണിച്ചു തരുന്നില്ലേ? എന്തെല്ലാം അജണ്ടകൾ എവിടെയെല്ലാം കൊണ്ടുവന്നു. പള്ളിയിൽ കൊണ്ടുവന്നു, അമ്പലത്തിൽ കൊണ്ടുവന്നു, സ്ഥലത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നു, വഖഫ് ബോർഡിൽ കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ.
നമ്മളൊക്കെ സ്വപ്നം കാണാത്ത എവിടെല്ലാം ആ അജണ്ടകൾ കൊണ്ടുവന്ന് കയറ്റി, എവിടെല്ലാം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷത്തെയും തമ്മിൽ എന്തെല്ലാം തരത്തിൽ ചെയ്യാവോ അതെല്ലാം ചെയ്തുകൊണ്ട് പോരുന്നു. അപ്പോൾ പിന്നെ ഒരു കളി വളർത്തിയെടുക്കാൻ വല്ല പാടുമുണ്ടോ? ഒരു കോച്ച് വിചാരിച്ചപ്പോൾ ഇത്രയും വളർന്നുവെങ്കിൽ ഒരു സർക്കാർ വിചാരിച്ചാൽ എത്രയോ എളുപ്പമാണ്. പക്ഷേ നമുക്കാകെ ചെയ്യാനൊക്കുന്നത് എന്താ? നമ്മുടെ നാട്ടിലെ കുറേ പള്ളിക്കൂടങ്ങളും മൈതാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം MP ഫണ്ടിലും MLA ഫണ്ടിലും മുട്ടൻ കെട്ടിടങ്ങൾ പണിഞ്ഞു. പിന്നെ അതുകൂടാതെ ഉള്ള പാടവും കണ്ടവും എല്ലാം നികത്തി വീടുകൾ വെച്ചു. കളിസ്ഥലങ്ങൾ, കളിയിടങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥലവും ഇല്ല. ഇനി എവിടെയെങ്കിലും നല്ല കളിസ്ഥലവും കെട്ടിടങ്ങളും ഉണ്ടെങ്കിൽ അവിടെ അതാത് ഫുട്ബോൾ അസോസിയേഷനിലെയും പിന്നെ കായിക ക്ലബ്ബുകളിലെയും സംഘാടകരും ഭാരവാഹികളും തമ്മിലുള്ള മത്സരമല്ലാതെ വേറൊരു ചുക്കും ചുണ്ണാമ്പും നടക്കാത്ത സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഈ നടക്കുന്നതൊന്നും പോരാ ഈ നിലയിലേക്കെത്താൻ. പക്ഷേ രഞ്ജിത്ത് ബജാജ് എന്ന് പറയുന്ന ഒരു കോച്ച് വിചാരിച്ചപ്പോൾ ഇത് സാധ്യമായി എന്നുള്ളത് മറക്കാതിരിക്കുക. അഭിനന്ദനങ്ങൾ രഞ്ജിത്ത് ബജാജ്. നിങ്ങളാണ് ഹീറോ, അല്ലാതെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നവരോ ആരുമല്ല. നിങ്ങളാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന, അതിനുവേണ്ടി സ്വന്തം സാമ്പത്തികം പോലും നോക്കാതെ രംഗത്തിറക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ പടയാളി. അഭിനന്ദനങ്ങൾ.